കളക്ടറേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണണം. വീണ്ടും അവിടെ പ്രതിഷേധം ശക്തമാവുകയാണ്. വീണ്ടും വാക്കേറ്റമുണ്ടാവുന്നു പോലീസുമായി. പ്രതിഷേധക്കാർ കളക്ടറേറ്റിലേക്ക് ജീവനക്കാരെത്തിയതാണോ പ്രകോപിപ്പിച്ചെന്നറിയില്ല. പ്രതിഷേധക്കാരുള്ളിലേക്ക് വരുമ്പോൾ പ്രതിഷേധക്കാർക്ക് പിന്നാലെ പോലീസ് പായുന്നുണ്ട്. പോലീസ് പ്രവർത്തകനെ പിടികൂടുന്നുണ്ട്. കൽപ്പറ്റയിൽ കളക്ടറേറ്റിന്റെ പരിസരത്ത് പ്രതിഷേധിക്കുന്ന UDF പ്രവർത്തകരെ പോലീസ് നേരിടുകയാണ്. ദീപക് മോഹനും സിനോജുമുണ്ട്. ജീവനക്കാരെ കളക്ടറേറ്റിൽ ഒളിച്ചുകയറ്റി എന്ന പരാതിയാണ് പ്രതിഷേധക്കാർക്കുള്ളത്. പ്രതിഷേധക്കാർ ഇപ്പോൾ കളക്ടറേറ്റിലേക്ക് കയറാൻ ശ്രമിക്കുകയാണോ? നമുക്കിപ്പം ദീപക് മോഹനുണ്ട്. ദീപക് മോഹൻ, ഈ പ്രതിഷേധക്കാർ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അതോ ജീവനക്കാരാണോ? ആരാണിവർ? അരുൺകുമാർ നേരത്തെ രണ്ട് ജീവനക്കാർ അകത്തേക്ക് കയറിയത് പ്രവർത്തകർ കണ്ടു. പിന്നീടായിരുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ഈ പ്രധാന കവാടത്തിന് തൊട്ടടുത്തുള്ള ഉദ്യാനത്തിലൂടെ അകത്തേക്ക് കയറുകയും ഈ കളക്ടറേറ്റിന്റെ കോമ്പൗണ്ട് വഴി ഓഫീസിനകത്തേക്ക് കയറുകയും ചെയ്തത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ഈ രണ്ടാം കവാടത്തിന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും പോലീസിനുമെതിരെയും ഒക്കെയുള്ള മുദ്രാവാക്യങ്ങളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ദുരന്തബാധിതരടക്കം ഇന്ന് രാവിലെയോടുകൂടി ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി ആളുകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കളക്ടറേറ്റിന് മുൻപിൽ നടക്കുന്ന വളയൽ സമരവുമായി ബന്ധപ്പെട്ട് ചൂരൽമല മുണ്ടക്കയിലുള്ള ദുരന്തബാധിതർ നിരവധി ആളുകളുണ്ട്. ആ സമയത്താണ് ഈ കളക്ടറേറ്റിലെ രണ്ട് ജീവനക്കാർ അകത്തേക്ക് കയറിയത്. കോൺഗ്രസ് പ്രവർത്തകർ കണ്ടത്. പിന്നീടാണ് അവർ ഓഫീസിനോട്ട് അകത്തേക്ക് കയറുകയും അവിടെ നിന്ന് പോലീസ് അവരെ തടയുകയും പോലീസിനെ ഭേദിച്ച് ഓഫീസിനകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീടാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാരെത്തി അവരെ പുറത്തേക്ക് ഇറക്കി അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് കോമ്പൗണ്ടിന് മുന്നിലൂടെ വീണ്ടും ഈ പഴയ രണ്ടാമത്തെ കവാടത്തിന് മുൻപിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ് അവരിപ്പോൾ. അരുൺ, ഓക്കെ, ദീപക്കാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത്. സമരം തകർക്കാൻ പോലീസ് കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ചാണ് ഇപ്പോൾ വയനാട് കളക്ടറേറ്റിനുള്ളിൽ പ്രതിഷേധം ശക്തമാകുന്നത്. 3 ഗേറ്റുകളും ഉപരോധിച്ചുകൊണ്ടാണ് ദുരന്തബാധിതരും ഒപ്പം UDF പ്രവർത്തകരും പ്രതിഷേധിക്കുന്നത്.